വെൽക്കം ബാക്ക് അഗൈൻ ടി ക്ലാൻ റൈഡേഴ്സിന്റെ നമ്മുടെ സീസൺ 8 അങ്ങനെ കാത്തിരുന്ന് ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ തവണത്തെയും പോലെ തന്നെ നമ്മൾ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യാറുണ്ട് നല്ല വിഷ്വൽസും നല്ല വീഡിയോസും നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. ഇത്തവണ എന്തായാലും ആ വാക്ക് ഞാൻ പാലിക്കാൻ പോവാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഒരു ക്യാമറാമാനും എഡിറ്ററും ഒക്കെ ഉണ്ട്, നമ്മുടെ സ്വന്തം അശ്വിൻ. അതുകൊണ്ട് മുഖം ഞാനിത് ഇവിടെ കാണിക്കാം. ഓക്കെ. പിന്നെ നമ്മളുടെ പ്ലാൻ പോലെ തന്നെ ഓഗസ്റ്റ് 31 സീസൺ 8 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തവണത്തെ റൈഡ് വളരെ സ്പെഷ്യലാണ്. കാരണം ഒരു ഷോർട്ട് വെക്കേഷൻ വന്നിട്ടാണ് ഈ ഒരു റൈഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പോണത്. ആൻഡ് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് വന്നിട്ടുള്ള 30 പേരാണ് ഈ ഒരു ബാച്ചിലുള്ളത്. പ്ലസ് ഹൈദരാബാദിൽ നിന്ന് ഒരാളും ചെന്നൈയിൽ നിന്ന് നമ്മുടെ ദിനേശ് ചേട്ടനും. അങ്ങനെ ഒരു കിടിലൻ ഗ്രൂപ്പ് ഫോർമേഷനാണ് നമ്മൾ ഈ ഒരു റൈഡിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 8 മാസത്തോളം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് 8 മാസത്തോളമായി നമ്മളെ ഗ്രൂപ്പ് ഫോമായി. അത് ചർച്ചകളും കാര്യങ്ങളും പരിചയപ്പെടലെല്ലാം ആയിട്ട് നമ്മളങ്ങനെ നമ്മുടെ സീസൺ 8 സൂപ്പർ 30 മെമ്പേഴ്സിനെ കൊണ്ട് റൈഡ് ഓഗസ്റ്റ് 31 തന്നെ സ്റ്റാർട്ട് ചെയ്തു. നിലമ്പൂരിൽ നമ്മളെ ടി ക്ലാൻ റൈഡേഴ്സ് ഹബിൽ വെച്ചിട്ടാണ് ആസ് യൂഷ്വൽ. വലിയ കൊട്ടിഘോഷങ്ങളൊന്നും ഇല്ലാതെ നമ്മളെ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞു. ബ്രീഫിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ചൊന്ന് ലാഗായിരുന്നു. അത് കാരണം തന്നെ നമ്മളെ റൈഡ് മംഗലാപുരത്ത് വൈൻഡപ്പ് ചെയ്യേണ്ടത് നമ്മൾ കാസർഗോഡാണ് വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അത്യാവശ്യം മോശമായ നമ്മളുടെ കേരളത്തിൻ്റെ റോഡിലൂടെ നമ്മൾ റൈഡ് ചെയ്ത് കേരളം വിടാൻ തന്നെ വളരെ ലേറ്റായി. അറിയില്ല നമ്മളെ റോഡിൻ്റെയൊക്കെ അവസ്ഥ. പോരാത്തതിന് നല്ല മഴയും. എല്ലാവരും തന്നെ പുതിയ റൈഡേഴ്സാണ്. ഈ കൂട്ടത്തിൽ വന്നിട്ടുള്ളതിലൊരു കുറച്ച് മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ കുറച്ച് റൈഡ് ഔട്ട്സ് ഒക്കെ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളത്. മറ്റ് എല്ലാ റൈഡേഴ്സും പുതിയ റൈഡേഴ്സാണ്. അങ്ങനെ ലോങ് റൈഡ്സോ അല്ലെങ്കിൽ കേരളം വിട്ട് റൈഡൊന്നും ചെയ്യാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിചയപ്പെട്ട് ഒന്ന് റൈഡിങ്ങിൻ്റെ ഫോർമേഷനിലേക്ക് വരാൻ കുറച്ച് 2-3 ദിവസത്തെ സമയമെടുത്തു. എന്നാലും നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തതിൽ നിന്നും കുറച്ച് കിലോമീറ്റേഴ്സ് ബേക്കിലായിട്ടാണ് കാസർഗോഡാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്തത്. കാസർഗോഡ് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി ഹൈദർച്ചൻ ടീംസും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെയൊക്കെ കണ്ട് നമ്മുടെ സ്റ്റേ എടുത്ത് ഒരു സ്പെഷ്യൽ നല്ല ആംബിയൻസ് ഉള്ള ഒരു ഡെസ്റ്റിനേഷനിൽ പോയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്കിനും ലേറ്റായി. അങ്ങനെ ഓഗസ്റ്റ് 31 തന്നെ നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ രോഹിത് ഡോക്ടറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. സോ ലാസ്റ്റ് മൊമെന്റിലാണ് പറയാൻ പറ്റിയപ്പം തട്ടിക്കൂട്ടി ഒരു കേക്കൊക്കെ അറേഞ്ച് ചെയ്ത് ഒരു ചെറിയൊരു സർപ്രൈസോട് കൂടി നമ്മൾ കേക്ക് കട്ടിങ് ഒക്കെ ചെയ്ത് ചില്ലായി. ആ ഒരു മൊമെന്റോട് കൂടിയിട്ട് നമ്മളുടെ 30 മെമ്പേഴ്സിൻ്റെ ഒരു ബോണ്ടിങ് സ്റ്റാർട്ടായി എന്ന് പറയാം. അങ്ങനെ നമ്മളുടെ ഡേ 1 കാസർഗോഡ് വൈൻഡപ്പ് ചെയ്ത് ഡേ 2 വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു. ഡേ 2 അതേ നേരം വെളുത്തപ്പോൾ തന്നെ നല്ല ഹെവി മഴയായിരുന്നു. മഴ ഇങ്ങോട്ട് കനത്തത് കൊണ്ട് തന്നെ നമുക്ക് റൈഡ് ഒന്ന് ഡിലേ ആയി. ആ ഡിലേ ആയ ഗ്യാപ്പിൽ എൻ്റെ ചാവി ഒന്ന് മിസ്സായിട്ടുണ്ടായിരുന്നില്ല. റൈഡിങ് ബാൻഡിൻ്റെ ഉള്ളിൽ എവിടെയോ കൂടി കിടക്കായിരുന്നു. അത് തപ്പി കണ്ടുപിടിച്ച് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തതിനും ആസ് യൂഷ്വൽ 9-9:30 ആയിട്ടുണ്ടായിരുന്നു. ദെൻ നമുക്ക് ഗോവയാണ് ഡേ 2 ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നത്. കലംകുട്ട് ബീച്ചിലേക്ക് നമ്മൾ എത്തിയപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ത്രൂ ഔട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പഞ്ചറൊക്കെ കിട്ടി. അതൊക്കെ സോൾവ് ചെയ്ത് ചെറിയൊരു ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നു. നമ്മളെ കൂടെ ഉള്ള ആളല്ല, നമ്മളെ കൂടെ പഞ്ചർ സമയത്ത് ഹെൽപ്പ് ചെയ്തൊരു പയ്യന് നമ്മളെ കൂടെ കുറച്ച് ദൂരം യാത്ര ചെയ്തപ്പോൾ അവനൊരു ആക്സിഡൻ്റ് ആയി. അവനെയൊക്കെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ആക്കി ഗോവ നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയതിനും കുറച്ച് രാത്രി 8-9 മണിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രി ഞങ്ങൾ ഗോവയിലെ ബീച്ചിലെ കുറച്ച് കലാപരിപാടികളും ഫുഡിങ്ങും ഒക്കെ കഴിഞ്ഞ് വളരെ ലേറ്റ് ആയിട്ട് 2 മണിയോട് കൂടിയാണ് നമ്മൾ കിടന്നുറങ്ങിയത്. ബിക്കോസ് നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗോവ ലോക്കൽ സൈറ്റ് സീയിങ് ആയിരുന്നു. നമ്മളെ പ്രീവിയസ് ഒരു സീസണിൽ ദൂസാഗർ വാട്ടർഫോൾസ് എക്സ്പ്ലോർ ചെയ്ത ആ ഒരു വീഡിയോസും സ്റ്റോറീസും ഒക്കെ കണ്ടിട്ട് നമ്മളെ കൂടെ വന്നിട്ടുള്ള കുറച്ച് പേർക്ക് ദൂസാഗർ കാണുന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഇൻഫർമേഷൻ കൂടി ഷെയർ ചെയ്യാണ്. ദൂസാഗർ വാട്ടർഫോൾസ് നമുക്ക് മൺസൂണിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അത് ഇല്ലീഗലായിട്ടാണ് നമുക്ക് അതിനകത്ത് എൻ്റർ ആവാൻ പറ്റുക. വൺസ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫൈനും കാര്യങ്ങളൊക്കെ കിട്ടും. സോ എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ ഡേ 2 ദൂസാഗർ ലക്ഷ്യമാക്കി പോയി. നല്ല മഴ ഉണ്ടായിരുന്നു. ഏകദേശം 75 കിലോമീറ്റർ റൈഡ് ചെയ്തിട്ട് അവിടെ ഒരു ട്രെയിൻ കയറിയിട്ട് വേണം നമുക്ക് കൊലും ബീച്ചിൽ നിന്ന് നമുക്ക് ട്രെയിൻ കയറിയിട്ട് കാസ്റ്റൽ റോക്ക് എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിൽ ഒന്ന് ട്രെയിൻ സ്ലോ ഡൗൺ ആവും. അപ്പം ഇറങ്ങിയിട്ട് വേണം നമുക്ക് ദൂസാഗർ എക്സ്പ്ലോർ ചെയ്യാൻ. ആക്ച്വലി അത് മൺസൂണിൻ്റെ സമയത്ത് നമുക്ക് അലൗഡ് അല്ല. മൺസൂൺ എല്ലാം മാറിക്കഴിഞ്ഞാലാണ് പിന്നെ ഒഫീഷ്യൽ ട്രെക്കിങ് കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നത്. എന്നാലും ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അവിടുത്തെ ഒരു ലോക്കൽ നമുക്ക് ദൂസാഗർ എക്സ്പ്ലോർ ചെയ്യിക്കാം, പെർ ഹെഡ് 800 ചെയ്തുതരാം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ടുപോയി
നൈസായിട്ട് നമ്മൾ പറ്റിക്കപ്പെട്ടു. ലാസ്റ്റ് മൊമെന്റിൽ ആൾ പറഞ്ഞു ഇല്ല ട്രക്കിങ്ങും കൂടെ ഉണ്ട് എന്ന്. സോ 8 കിലോമീറ്റേഴ്സ് ട്രക്കിങ്ങും കൂടെ നമുക്ക് ലേറ്റ് നൈറ്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് രാത്രി റെയിൽവേ ട്രാക്കിലൂടെ നടക്കുന്നതൊക്കെ ഭയങ്കര റിസ്ക് ആയതുകൊണ്ട് നമ്മൾ ആ പ്രോഗ്രാം അവിടെ ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് ഗോവയിലേക്ക് തന്നെ നമ്മളെ സ്റ്റേയിലേക്ക് തന്നെ പോയി. 2 നൈറ്റ് നമ്മൾ ഒരേ സ്പോട്ടിൽ തന്നെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് കുറച്ച് പേര് ലോക്കൽ സൗത്ത് ഗോവയെല്ലാം എക്സ്പ്ലോർ ചെയ്തു, ക്യാബും കാര്യങ്ങളൊക്കെ എടുത്ത്. ആസ് യൂഷ്വൽ നമ്മൾ എല്ലാ പ്രാവശ്യം പോകുന്നത് പോലെ നമ്മുടെ ഗാരേജ് കഫേയിൽ പോയി വണ്ടികളൊക്കെ സെറ്റ് ആക്കിയിട്ടാണ് നമ്മൾ റൈഡ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഡേ 2 നമ്മൾ അവിടെ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്തിട്ട് ഡേ 3 ആരംഭിക്കുകയാണ്. സോ അടുത്ത വീഡിയോയിൽ കൂടുതൽ കഥകളും വിശേഷങ്ങളായിട്ട് വരുന്നത് വരേക്കും സൈനിങ് ഔട്ട് ടീക്ലാൻ റൈഡേഴ്സ്.